നാട്ടിൽ നിന്ന് കസിൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഒരു ദിവസം ഒന്ന് പുറത്ത് പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പത്ത് ഇങ്ങനെ നടക്കണം, നടന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കണം. ശരിക്കും ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തണുപ്പായതുകൊണ്ട് വീട്ടിനുള്ളിൽ ഇരുന്നിരുന്നിരുന്ന് മടുത്തിട്ട് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, സവിരുചി എന്ന് പറഞ്ഞിട്ടൊരു വെജ് ഹോട്ടലാണ്. അവിടെ വന്നപ്പോൾ കുട്ടികൾക്കും കസിൻസിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ഓർഡർ ചെയ്യും, ചൂടോടെ എന്ത് കിട്ടിയാലും കഴിക്കും, അതാണ് അവസ്ഥ. അമ്മ അതിൽ തണുപ്പുണ്ട്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുന്ന ഇങ്ങനെ മെനുവിൽ നോക്കി. അപ്പോൾ ചായയും കാപ്പിയൊന്നും വേണ്ട, അതൊക്കെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കഴിക്കില്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഗോബി മഞ്ചൂരി മേടിക്കാമെന്ന് വെച്ചാൽ നല്ല ചൂടോടുകൂടി ആദ്യം കൊണ്ടുവന്നത് ഗോബി മഞ്ചൂരി കേട്ടോ. അപ്പോൾ ആദ്യം ഗോബി മഞ്ചൂരി എല്ലാവരും ഒന്ന് ജസ്റ്റ് കഴിച്ചു. നല്ല ചൂടോടെ നല്ല സ്പൈസി ആയിട്ട് നല്ല രസമായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഓരോരുത്തർക്കും എന്തൊക്കെ ഫുഡാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിന് മേടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് എപ്പോഴും ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ചന്ന ഭട്ടൂരയാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. അതില്ലെങ്കിൽ മാത്രമേ ഞാൻ വേറെ എന്തെങ്കിലും മേടിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ചന്ന ഭട്ടൂര ഉണ്ടായിരുന്നു. നല്ല ചൂടോടെ ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി. എല്ലാവരും ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷ്വാൻ ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നു. അവർക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നിട്ട് ഫ്രൈഡ് റൈസ് അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഭട്ടൂരോട് ഓർഡർ ചെയ്തിട്ടോ, 2 ഭട്ടൂര. കുട്ടികൾക്കൊക്കെ ഭട്ടൂര വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭട്ടൂര ഓർഡർ ചെയ്തു. അങ്ങനെ വീണ്ടും ഭട്ടൂര കഴിച്ചു. അപ്പോൾ അടുത്തത് പറഞ്ഞിട്ടുണ്ട്, വരുന്നതേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ടാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്നത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതായിട്ട് വന്നത് നമുക്ക് ഈ സെഷ്വാൻ ഫ്രൈഡ് റൈസ് നല്ല ചൂടായതുകൊണ്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് നമുക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ടു. നല്ല സ്പൈസിയാണ്, നല്ല ആവി പറക്കുന്ന ഫ്രൈഡ് റൈസാണ്. അങ്ങനെ അത് കഴിച്ച് പകുതി ആകുമ്പോഴേക്കും അടുത്തത് വന്നു നമ്മുടെ സെഷ്വാൻ നൂഡിൽസും ഒപ്പം തന്നെ ഒരു ഹക്ക നൂഡിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാണ് അടുത്തതായിട്ട് വന്നത്. അപ്പോൾ സെഷ്വാൻ നൂഡിൽസാണ് നെക്സ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസ് കഴിഞ്ഞപ്പോൾ അതേ കളറിൽ തന്നെ നല്ല സ്പൈസി ആയിട്ട് ഇതാ സെഷ്വാൻ നൂഡിൽസ് വന്നപ്പോൾ എല്ലാവരും നൂഡിൽസ് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ സെഷ്വാൻ്റെ ഒപ്പം തന്നെ ഒരു ഹക്ക നൂഡിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹക്ക നൂഡിൽസും വന്നു. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ മേടിച്ച് അങ്ങനെ കഴിച്ച് ഒരു ദിവസം അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇതിൻ്റെ പുറമെയുള്ള വ്യൂ നല്ല രസമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, അതിനുള്ളതൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം സമയം അപ്പോഴേക്കും 10 മണിയായി. പതിയെ നടക്കാൻ തുടങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങി.